പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ 50 നോയമ്പുകാല ധ്യാന ചിന്തകളാണ് ചെയ്ത്. അത് 5 കഴിഞ്ഞു, ഇത് 6ാമത്തതാണ്. അപ്പോൾ നോയമ്പുകാലമൊക്കെ തീരാറായി. കർഷാനുഭവ ആഴ്ചയാണ് നമ്മളിപ്പോൾ ആചരിക്കുന്നത്. അപ്പോൾ അതിൽ ദൈവത്തിൻ്റെ നമ്മുടെ പാപപരിഹാരാർത്ഥമായിട്ട് നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടങ്ങൾ, അത് നമ്മൾ ചെയ്യേണ്ടുന്ന പരിഹാരം, നമ്മൾക്ക് ലഭിക്കാവുന്ന നമ്മുടെ പാപത്തിന് പരിഹാരം നമ്മൾ ചെയ്യാൻ നമ്മളെക്കൊണ്ട് പൂർണ്ണതോതിൽ സാധിക്കത്തില്ല. അതിന് പരിഹാരമായിട്ട് മറുവിധിയായിട്ട് കർത്താവ് തന്നെ അത് ഏറ്റെടുത്തു. അത് സഹിക്കുന്നു. എന്തിനാണ്? നമ്മളെ നേടാൻ വേണ്ടിയാണ്, നമ്മളെ ദൈവത്തിന് സ്വന്തമാക്കാൻ വേണ്ടിയാണ്. നമ്മൾ നശിച്ചു പോകാൻ വേണ്ടിയല്ല, നമ്മൾ നശിക്കാൻ അനുവദിക്കുന്നില്ല. കർത്താവ് സ്വന്തം ജീവശ്വാസം ഊതി തൻ്റെ കരത്താൽ മെനഞ്ഞെടുത്തിട്ട് തൻ്റെ സ്വന്തം ജീവശ്വാസം മെനഞ്ഞെടുത്ത ആ പ്രതിമയിലേക്ക് ഊതി അതിനെ ചലിപ്പിച്ചു, അതിന് ജീവൻ കൊടുത്തു. അപ്പോൾ നമ്മളെ നശിക്കാൻ കർത്താവ് അനുവദിക്കുന്നില്ല. തൻ്റെ സ്വന്തം നമ്മുടെ ഇഷ്ടത്താലല്ലോ, തൻ്റെ സ്വന്തം ഇഷ്ടത്താൽ, ആഗ്രഹത്താൽ മനുഷ്യൻ നമ്മോടുകൂടി ആയിരിക്കണമെന്ന് ദൈവം വിശുദ്ധ ത്രിത്വം തീരുമാനിച്ചു. ആരോടുകൂടി? ദൈവത്തിൻ്റെ കൂടെ, വിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂടെ. അതാണ് ഞാൻ നമ്മോടുകൂടെ എന്ന് പറഞ്ഞത്. വിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂടെ ആയിരിക്കണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ വന്ന് നമ്മൾ പിന്നെ പാപം മൂലം നമ്മൾ നശിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. ഈ നോയമ്പ് കാലത്ത് അവസാനിക്കുന്ന സമയത്ത് നമ്മൾ ആ സ്നേഹത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. അപ്പം ദൈവത്തിൻ്റെ സ്നേഹമെന്ന് എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ചെയ്യേണ്ടുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി ചിന്തിക്കുക മാത്രമല്ല, അങ്ങനെ ചിന്തിച്ച് ധ്യാനിച്ചാൽ തീർച്ചയായും നമ്മുടെ സഹോദരങ്ങളോടെ, മറ്റുള്ളവരോടെ, കാണപ്പെടുന്ന എല്ലാ മനുഷ്യരോടും നമ്മൾക്ക് ആ പ്രകൃതിയോട് തന്നെയും നമ്മൾക്ക് ആ സ്നേഹം ഉണ്ടാകും. അപ്പോൾ അതിനെ ഉദാഹരണമായിട്ട് അതിനെ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ദൈവസ്നേഹത്തെ പറ്റി ധ്യാനിക്കണമെന്ന് പറഞ്ഞ്, ദൈവസ്നേഹം എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് വേണം. കർത്താവ് പറയുന്നുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 35-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. അത് 15 അധ്യായത്തിലും 12-13 വാക്യത്തിലും പറയുന്നുണ്ട്, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളെ എങ്ങനെ സ്നേഹിച്ചു അതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അത് പലയിടത്തും കർത്താവ് അത് യോഹന്നാൻ്റെ സുവിശേഷത്തിലും ലേഖനത്തിലുമൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് അതിൻ്റെ ആ പൂർണ്ണതോതിലുള്ള അതിൻ്റെ ആ സീരിയസ്നെസ്, അതിൻ്റെ ആ ഗൗരവത്തോടുകൂടി നമ്മളെടുത്ത് അതിന് ആ സീരിയസ്നെസ് കൊടുക്കണം നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ. അപ്പോൾ നമ്മൾക്ക് ആ കർത്താവ് എങ്ങനെയാണോ മനുഷ്യരെ സ്നേഹിച്ച, മനുഷ്യകുലത്തെ സ്നേഹിച്ച, അതുപോലെ നമ്മൾക്കും ഈ പ്രകൃതിയെയും കർത്താവിനെ സ്നേഹിക്കാൻ കഴിയും. ഈ പ്രകൃതിയെയും മനുഷ്യരെ സ്നേഹിക്കാം. അപ്പോൾ അങ്ങനെ മനുഷ്യരെയും പ്രകൃതിയെയും എല്ലാത്തിനെയും സകല ജീവജാലങ്ങളെ, സൃഷ്ടവസ്തുക്കളെ സ്നേഹിക്കുമ്പോഴാണ് ദൈവത്തെ നമുക്ക് പൂർണ്ണതോതിൽ സ്നേഹിക്കാൻ കഴിയുന്നത്. അപ്പോൾ വിചാരിക്കുന്ന പലരും ചിന്തിക്കുക, എങ്ങനെയാണ് കർത്താവിനെ, ദൈവത്തെ പൂർണ്ണതോതിൽ ഒരു മനുഷ്യന് സ്നേഹിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, അതൊക്കെ ധാരാളം സാധിക്കുന്നുണ്ട്, ഇന്നും നടക്കുന്നുണ്ട്. നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. നമുക്ക് ഉദാഹരണമായിട്ട് 1100 200 വിശുദ്ധ ഫ്രാൻസിസ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതം നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ 2ാം ക്രിസ്തു എന്ന് പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞ്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് ലോകം മനസ്സിലാക്കും, ജനങ്ങൾ. അപ്പോൾ അത് കണ്ടാണ് മനസ്സിലാക്കേണ്ടുന്നത്. അപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസി അങ്ങനെയാണ് ചെയ്തത്. ഈ പ്രപഞ്ചത്തെ മുഴുവനും, പ്രകൃതിയെ മുഴുവനും, സർവ്വജീവജാലങ്ങളെയും അദ്ദേഹം മനുഷ്യരെ മാത്രമല്ല എല്ലാത്തിനെയും അതുപോലെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ 2ാം ക്രിസ്തു എന്ന് അന്നത്തെ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജനങ്ങൾ പറയുമായിരുന്നു, അതാ
ഈശോ വരുന്നു, അല്ലെങ്കിൽ യേശു വരുന്നു, യേശുവിനെ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ യേശുവിനെ കണ്ടതുപോലെയാണ്. അതാണ് രണ്ടാം ക്രിസ്തു എന്ന് അദ്ദേഹത്തിൽ പറഞ്ഞത്. കാരണം എന്താണ്? അതാണ് സ്നേഹത്തിൻ്റെ അല്ല സുവിശേഷത്തിൻ്റെ കർത്താവിൻ്റെ ആത്മീയ പരിമളം. നമ്മൾ സുവിശേഷത്തിൻ്റെ പരിമളം എന്നൊക്കെ പറയുമ്പോൾ ഇതാണ്. അപ്പോൾ ആ പരിമളം വീശുമ്പോൾ എല്ലാവർക്കും അറിയാം ഇതെന്തുവാണ്, ഇതാരാണ്, എന്തുവാണെന്നറിയാം. അതായത് യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചതുപോലെ ആ സ്നേഹം നമ്മളോട് എങ്ങനെയാണ് പെരുമാറിയത് അതുപോലെ ആ സ്നേഹം നമ്മൾ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുക. അവരെ അത് ഒട്ടും കുറയാതെ, അതിൻ്റെ തീവ്രത ഒട്ടും കുറയാതെ തന്നെ മറ്റുള്ളവരിലും എല്ലാ സൃഷ്ടവസ്തുക്കളിലും നമ്മൾ പകരണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ വിശുദ്ധ യോഹന്നാൻ്റെ ലേഖനം 1 ലേഖനം 2 അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. അപ്പം ഞാൻ ഈ പറയുന്ന വാക്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് വിശദീകരിക്കാനുള്ള നമുക്ക് സമയക്കുറവുണ്ട് വീഡിയോകളിൽ. അത് നേരിട്ട് ഡയറക്റ്റ് ക്ലാസ് ആണെങ്കിൽ ആരെങ്കിലും സംഘടിപ്പിച്ചാൽ ചെയ്യാം. ഇതൊക്കെ നമുക്ക് നല്ലപോലെ വിവരിച്ച് 1.5 മണിക്കൂർ നമുക്ക് അത് എടുക്കാൻ പറ്റും. അതുകൊണ്ട് അത് പ്രയോജനം ഉണ്ടാകും. അപ്പോൾ ഇത് 2 അധ്യായത്തിൽ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധ യോഹന്നാൻ പറയുന്നുണ്ട്, സഹോദരനെ സ്നേഹിക്കാത്തവൻ അന്ധകാരത്തിലാണ് കഴിയുന്നത്. അവൻ വെളിച്ചത്തിലല്ല, അവൻ ദൈവത്തോടു കൂടിയല്ല. വെളിച്ചം എന്ന് പറയുന്നത് ദൈവത്തോടു കൂടിയല്ല, അവൻ പിശാചിൻ്റെ കൂടെയാണ് കഴിയുന്നത്. അതാണ് അന്ധകാരം എന്ന് പറയാം. അന്ധകാരത്തിലാണ് എന്ന് പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് അവൻ വ്യാജം പറയുകയാണ്, കളവ് പറയുകയാണ്, അഥവാ അഭിനയിക്കുകയാണ്. അപ്പോൾ ഡബിൾ റോള് ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ. അപ്പോൾ അങ്ങനെ സ്നേഹം നമ്മൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുക, നമ്മുടെ സമ്പത്തിൻ്റെയും മറ്റ് വസ്തുക്കളുടെയൊക്കെ പങ്കുവയ്ക്കലാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഇത് നമ്മളെ സ്നേഹം, ദൈവത്തിൻ്റെ മുഖ്യ ലക്ഷണമായ സ്നേഹം, അത് പങ്കുവയ്ക്കലിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ കർത്താവ് ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ അപ്പോൾ അതെങ്ങനെയുള്ള സ്നേഹമാണ് ദൈവം നമുക്ക് കാണിച്ചു തന്നത്? നമുക്ക് പഴയ നിയമത്തിലും ഈ പുതിയ നിയമത്തിലും അതുപോലെ തന്നെയാണ്. നമുക്ക് ദൈവം നമ്മളോട് കാണിച്ച സ്നേഹം എന്ന് പറയുന്നത് അത് നിസ്സീമമായതാണ്, അതിരുകളില്ലാത്ത സ്നേഹമാണ്. അതുകൊണ്ടല്ലേ തൻ്റെ ഏകജാതനെ ഏകപുത്രൻ്റെ വിശുദ്ധ തൃത്വത്തിലെ ഒരാളിനെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് നമുക്ക് വേണ്ടി, നമ്മളെ രക്ഷിക്കാൻ. എങ്ങനെയാണ് പറഞ്ഞയച്ചത്? ജീവൻ നമുക്ക് വേണ്ടി ബലിയർപ്പിക്കാനാണ് കുരിശിൽ. ഏറ്റവും നിന്ദ്യമായിട്ട് മോശമായിട്ടുള്ള ഒരു ശിക്ഷാവിധി നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുകയില്ല. നമ്മളെ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ല. അതിന് പകരമായിട്ട് ദൈവം തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നു. അതാണ് ചെയ്ത് നമ്മളെ വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. തൻ്റെ രക്തം മുഴുവനും കുരിശിൽ ഒഴുക്കി ഏറ്റവും നീചമായ ശിക്ഷ, കുരിശു മരണം, അത് ഏറ്റെടുത്തു. നമ്മൾക്ക് ചെയ്യാം. നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുന്നതിന് വേണ്ടി, നമ്മളെ അങ്ങനെ ദൈവത്തിനോട് കൂടി ചേർക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് സ്വന്തമായിട്ട് ആ പരിഹാരം ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് നമുക്ക് വേണ്ടി ദൈവം ചെയ്തു. നോക്കണേ, ഏതൊരു മതത്തിൽ അല്ലെങ്കിൽ ഏത് ഒരു ദൈവമുണ്ട് അങ്ങനെ ചെയ്തത്? മറ്റുള്ള ദൈവം ഇതേ ഉള്ളൂ, ഈ ഒരു ദൈവമാണ്. അതുകൊണ്ടാണ് അത് സാധിച്ചത്. മറ്റുള്ള സങ്കല്പങ്ങൾക്ക് അങ്ങനെ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുപോലുള്ള ഏത് സങ്കല്പത്തിലുണ്ടല്ലെങ്കിൽ ഏത് മതത്തിലുള്ള ഇതുപോലുള്ള നിസ്സീമമായ സ്നേഹമുള്ള ഒരു ദൈവം മനുഷ്യൻ്റെ കൂടെ, മനുഷ്യനെ തന്നോടൊത്ത് ദൈവത്തോടൊത്ത് കൊണ്ട് നടക്കുന്നതിന്, അവനോട് ഒത്ത് ആയിരിക്കേണ്ടുന്നതിന് വേണ്ടി, അവനെ രക്ഷിക്കാൻ വേണ്ടി, ആ പാപത്തിൻ്റെ വഴിയിൽ നിന്ന് അവനെ രക്ഷിക്കാൻ വേണ്ടി സ്വയം ബലിയാകുന്നത് അവന് വേണ്ടി. അതാണ് കർത്താവ് പറഞ്ഞത്, ജീവൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഇത് മനുഷ്യർ ചെയ്തിട്ടില്ലേ? 2ാം ലോക മഹായുദ്ധകാലത്ത് നാസികൾ അവിടെ ജർമ്മനിയിലും ഇറ്റലിയിലുമൊക്കെ, അതുപോലെ നമ്മളെ ചരിത്രമൊക്കെ പഠിച്ചിട്ടുള്ളവർക്കറിയാം, ക്രൂരമായ പീഡനമാണ് ഹിറ്റ്ലറുടെ പട്ടാളം അഴിച്ചു വിട്ടത്. ജൂതരെ കൊല്ലുക, അതിനിടയ്ക്ക് കത്തോലിക്കരെയും, ക്രിസ്ത്യാനികളെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് അവർ ഉന്നമിക്കുന്ന കത്തോലിക്കരെയാണ്.
അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം, ദുഷ്ടശക്തികൾക്ക് പോലും ഈ സഭയാണ് ഭയം. കാരണം ദൈവത്തിൻ്റെ സഭ, ദൈവം തന്നെ സ്ഥാപിച്ച സഭ, ദൈവം സഭ സ്ഥാപിച്ചിട്ടില്ലെന്ന് പറയുന്നവർ പിശാചിൻ്റെ മക്കളാണ്. അതുകൊണ്ടാണ് അവർക്കത് പറയാൻ കഴിയുന്നത്. മറ്റുള്ളവർക്ക്, ദൈവത്തിൻ്റെ മക്കൾക്ക്, ദൈവത്തിൽ നിന്നുള്ളവർക്ക്, ദൈവവിശ്വാസമുള്ളവർക്ക് അത് സാധിക്കത്തില്ല അങ്ങനെ പറയാൻ. കള്ളം പറയാൻ പറ്റുമോ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട്? നമ്മൾ കാണുന്നില്ല, ദൈവം എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ കാണുന്നില്ലെങ്കിലും, നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ലെങ്കിലും എനിക്ക് അറിയാൻ കഴിയും. ദൈവത്തിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഞാൻ കള്ളം പറയുന്നത് എങ്ങനെയാണ്? എങ്ങനെ പറ്റും? അപ്പോൾ അത് അന്ന് ഫാദർ കോൾബി എന്ന വൈദികനെയും കൂടി അവർ കൊല്ലുന്നതിന് വേണ്ടി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊണ്ടുവന്ന് വിട്ടു. അവിടെ ഒരു ജൂതനുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ മക്കളെയും ഭാര്യയെല്ലാം ഓർത്ത് വിലപിക്കുകയാണ്. നാളെ എന്നെ കൊല്ലും, എനിക്ക് മരണത്തിലാണ് എന്നെ വിധിച്ചിരിക്കുകയാണ്, നാളെ ഞാൻ മരണത്തിലായി പോകും. അപ്പോൾ അവിടുന്ന് അച്ഛനിതിൽ ഈ ഫാദർ കോൾബി താൻ ധ്യാനത്തിലായിരുന്നെങ്കിലും അവിടുന്ന് പറഞ്ഞു, പ്രിയ സഹോദര വേണ്ട, എന്നെ ചിലപ്പോൾ വെറുതെ വിട്ടേക്കും. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് പകരം ഞാൻ മരിക്കാം. അപ്പോൾ നിങ്ങളെ മോചിപ്പിച്ച് കിട്ടിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയും മക്കളോടും ഒപ്പം നല്ല സന്തോഷകരമായൊരു ജീവിതം നയിക്കാമല്ലോ. അപ്പോൾ ഞാൻ മരിക്കാം. അതങ്ങനെ സംഭവിച്ചു. അദ്ദേഹത്തിന് പകരം ജൂതന് പകരം ഈ വൈദികൻ ഫാദർ കോൾബി എന്ന് പറയുന്ന എന്ന പേരുള്ള ആ വൈദികൻ മരിക്കാൻ തയ്യാറായി. അദ്ദേഹം മരിച്ചു. അപ്പോൾ ഇങ്ങനെ ജീവൻ വെടിയുന്നവർ ഒരുപാട് പേരുണ്ട്. നമുക്ക് തോന്നി ഇങ്ങനെയൊന്നും ആരുമില്ല. ക്രിസ്തീയ ഈ തത്വസംഹിതകൾ, ക്രിസ്തീയ ജീവിതം ഒരു തത്വസംഹിതയാണ്, അത് പ്രാവർത്തികമാക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നവർ പലരുമുണ്ട്. പല ബുദ്ധികളും അങ്ങനെ പ്രചരിപ്പിക്കുന്നുമുണ്ട്. പ്രിയപ്പെട്ടവർ, എങ്ങനെയാണ് ഗ്രഹാം സ്റ്റെയിൻസ് അടുത്ത കാലത്ത് നമ്മുടെ രാജ്യത്ത് തന്നെ, നമ്മുടെ അടുത്ത കാലത്ത് തന്നെ നടന്നത്? ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളെയും കൊന്നത് എന്തിനു വേണ്ടിയാണ്? മറ്റുള്ളവർക്ക് വേണ്ടി അദ്ദേഹം പാടുപെടുന്നതുകൊണ്ടാണ്, അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ടാണ്. അപ്പോൾ ആ ഗ്ലാഡീസിനെ ഏറ്റവും ആകർഷിച്ച ഒരു വസ്തുതകളിൽ ഒന്നാണത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗ്ലാഡീസ് എന്നിട്ട് ആ കൊലയാളികൾക്ക് മാപ്പ് കൊടുക്കുന്നു. എന്താണ് അവർക്ക് വേണ്ടി മാപ്പ് കൊടുക്കുന്നത്? ആ ദൈവസ്നേഹത്തിൽ അതിൻ്റെ പൂർണ്ണ തോതിൽ അവർ അത് അനുഭവിച്ചതുകൊണ്ടാണ്. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെയും മക്കളെയും കൊന്ന് ആ കൊലവിളി നടത്തി ചുട്ടുകൊന്ന ആ മനുഷ്യരോട് അത്രയും സ്നേഹത്തോടെ അവരോട് പൊറുക്കാൻ കഴിയണമെങ്കിൽ അത് ചില്ലറമായ നിസ്സാരമായ സ്നേഹമല്ല, കർത്താവ് ഈ പറഞ്ഞതുപോലുള്ള സ്നേഹമാണ്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ളവർ തന്നെ ചെയ്യുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ഗ്ലാഡീസിനെ, ഈ ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളെയും ചുട്ടുകൊല്ലുന്ന ഈ പദ്ധതി ആസൂത്രണം ചെയ്ത വിദ്വാൻ എന്ത് ചെയ്തു? നമ്മുടെ സർക്കാർ, മോഡി സർക്കാർ അദ്ദേഹത്തെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് കേന്ദ്രമന്ത്രി പദവി കൊടുത്തു, ആദരിച്ചു. അതുകൂടെ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, ഉള്ള കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കാരണം ഇപ്പോഴത്തെ ഈ സമയത്ത് ഇതൊക്കെ ജനങ്ങൾ ഓർമ്മിക്കണം. ക്രിസ്ത്യാനികൾ, വൈദികർ, നമ്മുടെ പ്രിയപ്പെട്ട അഭിവന്ദ്യരായ മെത്രാന്മാർ ഇതൊക്കെ ഓർമ്മിക്കണം. സിസ്റ്റർ റാണി മരിയ ഈ അടുത്ത കാലത്തല്ലേ 10-60ഓളം വെട്ടുകൾ, 50-ൽ കൂടുതൽ കുത്തുകൾ കടാര കൊണ്ട് കുത്തി കൊന്നത്, മുറിവേൽപ്പിച്ച് കൊന്നത്. ആ മനുഷ്യരോടും ജയിലിൽ ചെന്ന് സിസ്റ്റർ റാണി മരിയയുടെ മാതാപിതാക്കൾ ചെന്ന് പറഞ്ഞു, ഞങ്ങൾ ക്ഷമിച്ചിരിക്കും, എനിക്ക് എൻ്റെ മകൾ പോയി, നീയാണ് ഇനി ഞങ്ങളുടെ പുത്രൻ, ഓമനപുത്രൻ എന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞവർക്ക് ഇത് മറ്റുള്ളവരോട് ചെയ്യാൻ കഴിയും. നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്നത് ഈ നോയമ്പ് കാലത്ത് നമ്മൾ നമ്മുടെ ജീവിതചര്യ പുതുക്കണം, നവീകരിക്കണം. ആ നവീകരിച്ച പാതയിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം എന്ന് പറയുമ്പോൾ ഈ സ്നേഹമാണ്, ഇതാണ് ശൈലി, ഇതാണ് ഏറ്റെടുക്കേണ്ടത്. ഇന്ന് നമ്മുടെ മിഷണറിമാർ, കന്യാസ്ത്രീകൾ, സന്യസ്തർ, സമർപ്പിതരെല്ലാം ഈ ജോലിയാണ് ചെയ്യുന്നത്. ഇവിടെ ഇവർ മതപരിവർത്തനമെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇത് പല്ലി ജനിക്കുമ്പോഴും വലിച്ച് കീറുമ്പോഴുമൊക്കെ ഓർക്കണം,
ഇതാണ് അവിടെ നടക്കുന്നത്. സാധുക്കൾക്ക് വേണ്ടി ഒന്നും അല്ലാത്തവർക്ക്, അവർക്കൊന്നും പ്രത്യുപകാരമായിട്ട് ഇങ്ങോട്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല, അവരിൽ നിന്നൊന്നും ലഭിക്കത്തില്ല. എങ്കിലും അങ്ങനെയുള്ളവർക്ക് വേണ്ടി എൻ്റെ ജീവൻ, എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സ്നേഹം കാണിച്ചു കൊടുക്കാവുന്ന ക്രിസ്തുവിനെ പ്രതി, യേശുവിനെ പ്രതി, അതാണ് അവർക്ക് വേണ്ടി അർപ്പിക്കുക. അതാണ് അവരൊക്കെ ചെയ്തത്. മദർ തെരേസ, ഇവരൊക്കെ ധാരാളം ചെയ്യുന്നില്ല ഇങ്ങനെയൊക്കെ. സ്റ്റാൻ സ്വാമിയെ എങ്ങനെയാണ് അവർ കൊന്നത്? കുടിവെള്ളം പോലും കൊടുക്കാതെ ദിവസങ്ങളോളം ഇട്ട് കൊന്നില്ലേ മഹാരാഷ്ട്രയിലെ ജയിലിൽ? എന്തിനാ? ചവിട്ടി അരച്ച് പുച്ഛിച്ച് തള്ളിയിരിക്കുന്ന ജനത്തിന് വേണ്ടി, അവരെ മനുഷ്യരാക്കാൻ വേണ്ടി, സംസ്കാര സമ്പന്നരാക്കാൻ വേണ്ടി, ദൈവത്തിലും കൂടെ സമ്പന്നരാക്കാൻ വേണ്ടി അവരെ സ്നേഹിച്ചു, അവരുടെ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. തൻ്റെ ജീവിതാവസാനം ഒരു വെള്ളം പോലും ഇവർ കൊടുക്കാതെ ആ ജയിലിൽ കിടന്ന് അദ്ദേഹത്തിന് ജീവിതം ബലിയർപ്പിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് വേണ്ടി ആരെങ്കിലും സംസാരിച്ച്, ഭരണകർത്താക്കളാരും അവരെ കൊന്നവരാരെങ്കിലും, അല്ലെങ്കിൽ അതിനോട് ആരും സംസാരിച്ച് കേട്ടിട്ടില്ല. ഒരു മാധ്യമങ്ങളിലും സംസാരിച്ച് കേട്ടിട്ടില്ല. അതേസമയം അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയൊക്കെ ഇപ്പോഴും ഇങ്ങനെ അധര ചർവണം നടത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നുമില്ല. ഒരു ക്രിസ്ത്യാനിയുടെ കാര്യത്തിന് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല, ഒരു കത്തോലിക്കൻ്റെ കാര്യത്തിന് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. ക്രിസ്തുവിൻ്റെ ആ പന്ഥാവിലൂടെ നടന്നു പോകുന്നവർക്ക് വേണ്ടി, എല്ലാം സഹിച്ച് തൻ്റെ കുരിശു എടുത്തുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് വേണ്ടി ഒന്നും സംസാരിക്കാനൊന്നും ആരുമില്ല. അവർക്കെന്ത് പറ്റിയാലും തങ്ങൾക്കെന്താണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അതിരില്ലാത്ത സ്നേഹം ആണ്. അപ്പോൾ അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ലക്ഷണം. ഈ സ്നേഹം എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? ഇതിൻ്റെ ഉദ്ഭവം ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിൽ നിന്നാണ് ഈ സ്നേഹം ഉണ്ടാകുന്നത്. പിശാചിൽ നിന്ന് സ്നേഹമല്ല ഉണ്ടാകുന്നത്. അവനെ അഭിനയിപ്പിക്കും നമ്മളെ കൊണ്ട്. അവൻ ഇത് കാണിക്കും. ആ സ്നേഹമേ ഉള്ള താൽക്കാലിക സ്നേഹം, താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയുള്ള സ്നേഹം, ക്ഷണനേരത്തിന് വേണ്ടിയുള്ള സ്നേഹം. അതല്ല ദൈവത്തിൻ്റെ സ്നേഹം. നിസ്തലമാണ്, നിസീമമാണ്, അതിന് അതിരുകളില്ല. ജെറമ്യായുടെ പുസ്തകം 1:15 പറയുന്നുണ്ട്, നീ ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു. ആ മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞിരുന്നു. കർത്താവിൻ്റെ സ്നേഹം അതാണ്. അന്ന് മുതൽ നമ്മളെ അന്വേഷിക്കുന്നുണ്ട്. നമ്മളെ ഇപ്പോഴല്ല, നമ്മളിപ്പോഴുള്ള ഈ നൂറ്റാണ്ടിലുള്ള നമ്മളെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ദൈവം കണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ ഈ നോയമ്പ് കാലത്ത് ഇതൊക്കെ സ്വായത്തമാക്കണം. അപ്പോൾ അത് അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ട് എന്തോ ചെയ്തിട്ട് എന്തുവാണ് ഈ നോയമ്പ് ആചരിച്ചിട്ട് നമ്മൾ ഉപവാസം നടത്തി, വർജന നടത്തി, ആഹാരവർജന നടത്തി, എവിടെയെങ്കിലും അതിൻ്റെ കുറച്ച് കാശ് കൊടുത്തു ചിലവഴിച്ചു ഉപവിപ്രവർത്തികളാണെന്നും പറഞ്ഞ്, അതൊക്കെ തെറ്റാണ്. അങ്ങനെയല്ല, ഞാൻ തെറ്റെന്ന് പറഞ്ഞാൽ അത് ചെയ്യണം. പക്ഷേ ഡബിൾ റോള് പാടില്ല. അത് യഥാർത്ഥമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതായിരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അതാണ് മത്തായിയുടെ സുവിശേഷം 23:37 കർത്താവ് യേശു ക്രിസ്തു തന്നെ പറയുന്നുണ്ട്. തൻ്റെ അവസാന കാലത്ത്, അവസാന ദിവസം അദ്ദേഹം പറയുന്നുണ്ട്, 2 ദിവസമേ ഉള്ളൂ, പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെയും സംരക്ഷിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. നിങ്ങളെ ചേർത്ത് പിടിക്കാൻ, പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ ചേർത്ത് പിടിച്ച് അടക്കി അതിനെ സംരക്ഷിക്കുന്ന പോലെ നിങ്ങളെ അതുപോലെ ചേർത്ത് കൊള്ളുവാൻ ഞാൻ ആഗ്രഹിച്ചു. കർത്താവ് എന്ത് വിമിഷ്ടപ്പെട്ട് ആണ് അത് വിലപിച്ച് പറയുന്നത്. എന്നിട്ട് നമ്മളെന്ത് ചെയ്തു? ജനങ്ങൾ കർത്താവിൽ നിന്ന് അകന്നെന്ന് മാത്രമല്ല, കർത്താവിനെ ദ്രോഹിക്കുകയാണ് ചെയ്തത്, കൊല്ലുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് ദൈവം. എന്നിട്ടും ഇതൊക്കെ അറിയാം ഇങ്ങനെ വരുമെന്ന്. എന്നിട്ടും കർത്താവ് നമ്മളെ അത്യധികം സ്നേഹിച്ചു. അതുപോലെ കർത്താവിൻ്റെ ആ സ്നേഹം പെരുമാറുന്ന നമ്മൾ പ്രത്യേകിച്ച് വിശുദ്ധ പൗലോസ്ലീഹ ക്രിസ്ത്യാനികളെല്ലാം കൊന്ന് ക്രിസ്തു വിശ്വാസികളിൽ വരുന്നവരെയൊക്കെ, സ്ത്രീകളെയും കുഞ്ഞുങ്ങളെ വരെ കൊല്ലുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പണി. കൊല്ലുകയായിരുന്നു. സ്വയം ഏറ്റെടുത്ത ഒരു വിദ്യ, ഈ മതത്തെ നശിപ്പിക്കാൻ, ക്രിസ്തുവിനെ തോൽപ്പിക്കാൻ വേണ്ടി. അവസാനം ക്രിസ്തുവിൻ്റെ പടയാളിയായിട്ട് മാറി. ഇതിന് താൻ ചെയ്തതിൻ്റെ ജീവിതകാലം മുഴുവൻ അതനുഭവിച്ചു. താൻ ക്രിസ്തുവിൻ്റെ പടയാളിയായിട്ടാണ് മരിച്ചത്. അപ്പോൾ അതിൽ അദ്ദേഹം കോരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം
അധ്യായത്തിൽ അദ്ദേഹം ആ 7, 7, 8, 13 വരെയുള്ള വാക്യങ്ങൾ സ്നേഹത്തെ പറ്റിയാണ് പറയുക. എങ്ങനെയാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. സ്നേഹത്തിൽ യാതൊരു തിന്മയ്ക്കും അവിടെ സ്ഥാനമില്ല, ഒന്നും ഉണ്ടാകത്തില്ല. പരിപൂർണമായ സ്നേഹം സർവ്വ പുണ്യങ്ങളെക്കാളും സകല കൃപകളെക്കാളും വലിയതാണ്, തിളക്കമാർന്നതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, അതിലൊക്കെ സമയങ്ങൾ, മണിക്കൂറുകൾ ചിലപ്പോൾ എടുക്കത്തു പോകും. കാരണം ആ സ്നേഹത്തെപ്പറ്റി നമ്മൾ അനുഭവിച്ചാൽ, ദൈവസ്നേഹത്തെപ്പറ്റി വിശുദ്ധ കുർബാനയിലുമൊക്കെ നമ്മൾ അനുഭവിച്ചാൽ ഹൃദയം ഇല്ല നീർന്ന പോലെ എഴുന്ന പോലെ. നിങ്ങൾക്ക് ആ അനുഭവം ആർക്കും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാകണം. ഈ നോയമ്പ് കാലത്തെങ്കിലും അതുണ്ടായി, അത് പ്രാവർത്തികമാക്കണം നമ്മുടെ ആയുഷ്കാലം മുഴുവനും അടുത്ത. അല്ലാതെ ഈ നോയമ്പ് കാലത്ത് കുറച്ച് ഈ 50 ദിവസം മാത്രമായിട്ടുള്ളതല്ല, അത് നമ്മുടെ ജീവിതകാലം മുഴുവൻ അത് നമ്മളെ സ്വാധീനിക്കണം, നമുക്ക് അനുഭവവേദ്യമാകണം. ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ സംബന്ധിക്കുമ്പോൾ, കൂദാശ വചനം അവിടെ ഉരുവിടുമ്പോൾ, കാർമ്മികനത് ഉരുവിടുമ്പോൾ, നമ്മളതിൽ പങ്കാളിയാകുമ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയം ചലിക്കണം, വേദനിക്കണം, എന്ന് ഹൃദയത്തിനൊരു നീറ്റലുണ്ടാകണം. അത് അനുഭവിച്ചെങ്കിലേ അറിയാൻ പറ്റത്തുള്ളൂ. അതാണ് ദൈവസ്നേഹത്തിൻ്റെ മഹാത്മ്യം നമ്മൾക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളെ സുവിശേഷത്തിന് ക്രിസ്തു എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത്? ക്രിസ്തുവല്ലേ പറഞ്ഞത്, ഞാൻ സ്നേഹിച്ച പോലെ നിങ്ങളും സ്നേഹിക്കാമെന്ന്. ഇത് വിശുദ്ധ നമ്മുടെ ജനങ്ങളെ പറ്റിയുള്ള കർത്താവിൻ്റെ ഉത്കണ്ഠ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം, മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം, കർത്താവ് 2ാം തവണയും അപ്പം വർദ്ധിപ്പിച്ച് ജനങ്ങൾക്ക് കൊടുക്കുകയാണ്. 1ാമത്തെ തവണ പറഞ്ഞ പോലെയുള്ള ഒരു ദിവസത്തെ കാര്യം കർത്താവ് പറയുന്നതാണ്, അവരെ വെറുതെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. മത്തായിയുടെ 15 അധ്യായം 32 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നതാണ്. മർക്കോസിൻ്റെ 8-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അവരെ വെറുതെ പറഞ്ഞു വിടാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. 3 ദിവസങ്ങളായി അവർ എന്നോടുകൂടെയാണ്. അപ്പോൾ ഈ 3 ദിവസങ്ങൾ കർത്താവിൻ്റെ കൂടെയാണ് അവർ. ചിലപ്പോൾ ചിലരുടെ കയ്യിൽ എന്തെങ്കിലും ആഹാരം ഒരു ദിവസത്തേക്ക് കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോൾ അറിയാം, എല്ലാവർക്കും അന്നത്തെ അമ്മമാർക്കും ഒക്കെ അറിയാം, അപ്പന്മാർക്കും ഒക്കെ അറിയാം, കർത്താവിൻ്റെ കൂടെ പോയാൽ മനുഷ്യർക്ക് വരാൻ തോന്നുന്നില്ല. കാരണം ആ വചനം, ആ അതരത്തിൽ നിന്ന് വീഴുന്ന ആ വാഗ്ധോരണി, ആ വചനം അവർക്ക് അപ്പമായിരുന്നു, മധുരിക്കുന്നതായിരുന്നു, തേൻകട്ടയേക്കാളും മധുരമുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് ദിവസങ്ങൾ ക്ഷീണവും വിശപ്പും ഒന്നും അറിയത്തില്ല. പക്ഷേ ഇവിടെ അത് കർത്താവ് അവസാനിപ്പിച്ചിട്ട് പറയുകയാണ്, എനിക്ക് 3 ദിവസങ്ങളോളം അവർ എന്നോടുകൂടെ ആയിരുന്നു. അപ്പോൾ തിരികെ പോകുന്ന വഴിക്ക് അവർ തളർന്നു വീഴും, അതിന് സാധ്യതയുണ്ടാകരുത്. അതുകൊണ്ട് നിങ്ങൾ ആഹാരം കൊടുക്കണം, നമുക്ക് ആഹാരം കൊടുക്കാം എന്ന് പറയും. അപ്പം വർദ്ധിച്ചത് കൊടുക്കുന്നു. നോക്കണേ, എന്തൊരു കരുതലാണ്! ആ പിതൃതുല്യമായ സ്നേഹമാണ് കർത്താവ് കാണിച്ചത്. ഇത്രയും വലിയ സ്നേഹമുണ്ടോ? അവർ പോകുന്ന വഴിക്ക് തളർന്നു വീഴും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ പറഞ്ഞു വിട്ടാൽ ശിഷ്യരോട് പറയുകയാണ്, നിങ്ങൾ അങ്ങ് പോകുന്ന വഴിക്ക് തളർന്നു വീഴണമെങ്കിലും കർത്താവ് കരുതുന്ന ആ കരുതൽ നോക്കണേ. നമ്മളെ പറ്റിയുള്ള ആകുലത, ഉത്കണ്ഠ, ആ കരുതൽ, ആ പരിഗണന. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ നോയമ്പ് കാലത്ത് സ്വായത്തമാക്കേണ്ടുന്ന. ആർക്കുണ്ട്? നമ്മുടെ ചുറ്റും എത്ര പേര് ആഹാരമില്ലാതെ കഴിഞ്ഞിട്ടുണ്ട്, രോഗത്തിന് ചികിത്സിക്കാൻ സാധിക്കാതെ കഴിഞ്ഞിട്ടുണ്ട്. ആർക്കാ ഈ ആകുലത വന്നിട്ടുള്ള കർത്താവിൻ്റെ കൂടെ? ഈ കർത്താവിനോടൊപ്പമുള്ള ഈ ആകുലത ആർക്ക് വന്നിട്ടുണ്ട്? വിശുദ്ധ പൗലോസ് അതുപോലെ എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാലത്ത് നമ്മൾ കഴിയുന്നിടത്തോളം പുണ്യങ്ങൾ ആർജിക്കാൻ നോക്കുക, സൽപ്രവൃത്തികളെല്ലാം ചെയ്തിട്ടാണ്. അവിടെ വിശുദ്ധ പൗലോസ് പറയുന്ന 16-ാം വാക്യത്തിൽ, നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത്. ആരാ? നോയമ്പ് നോക്കുന്ന ക്രിസ്ത്യാനിയുടെ കാര്യമാണ് പറയുന്നത്. കത്തോലിക്കനായാലും അല്ലാത്തവരായാലും ആരായാലും, ഞങ്ങൾ കത്തോലിക്കനാണ്, എൻ്റെ പൂർണ്ണത കത്തോലിക്ക സഭയിലാണ് ക്രിസ്ത്യാനിറ്റിയുടെ പൂർണ്ണതയുള്ളത്. അത് ഞാൻ എവിടെ വേണമെങ്കിലും 1000 വട്ടം വേണമെങ്കിലും പറയാം, ഏത് വേദിയിലും. അതിനപ്പുറമല്ല വേറെ ഒന്നിലുമില്ല, അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ അപ്പം നിങ്ങൾ ഏത് കത്തോലിക്കനായാലും ശരി തന്നെ, എവിടെ ആയാലും ശരി തന്നെ, നോയമ്പ് നോക്കി പ്രാർത്ഥന നടത്തി എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ടോ? നമ്മൾക്ക് ഞാൻ എൻ്റെ കാര്യം കൂടെ ചേർത്താണ് പറയുന്നത്. നിങ്ങളെന്ന് പറയുമ്പോൾ സോറി. നിങ്ങൾക്കുള്ള പങ്കുവയ്ക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത്. വിശുദ്ധ പൗലോസ് പറയും, നന്മ ചെയ്യുന്നതിലും, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിലും, നിങ്ങൾക്കുള്ള പങ്കുവയ്ക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത്. ഇത്തരം ബലികൾ ദൈവത്തിന് സ്വീകാര്യമാണ്. എന്താ അത് ബലികളാകുന്നത്?
നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം അത് ഇല്ലാതാക്കുമ്പോൾ കർത്താവ് അവിടെ കുരിശിൽ ചെയ്തതുപോലുള്ള ബലിയാണ്. കർത്താവിന് അങ്ങനെ ജീവിക്കാനുള്ളതോ സ്വർഗത്തിൽ തിരിച്ചു ഉടലോടെ അങ്ങ് പോകാനുള്ളതോ ആയ അവസരങ്ങളൊക്കെ വേണമെങ്കിൽ കർത്താവിന് ചെയ്യാം, അതിനൊക്കെ ചെയ്യാം. പക്ഷേ അതൊന്നും ഇല്ലാതെ മുഴുവൻ ഇവിടെ തന്നെ വെടിഞ്ഞു എന്നിട്ട് മറ്റുള്ളവരെ നമ്മളെ മോചിപ്പിക്കാൻ വേണ്ടി. അതുപോലെ നമ്മൾ നന്മ പ്രവർത്തികൾ നമ്മൾ ചെയ്യണം, നമുക്കുള്ളവ പങ്കുവയ്ക്കണം. ഇതിന് നിങ്ങൾ അത് ബലികളാണ്, ബലി അർപ്പിക്കുകയാണ്. നമുക്ക് പറ്റുന്ന ബലി അതാണ്. സാധാരണ മനുഷ്യർക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ ത്യജിക്കുക. ആർക്ക് വേണ്ടിയാണ്? മറ്റുള്ളവർക്ക് വേണ്ടി. അതാണ് കർത്താവ് ഇവിടെ പൗലോസ്ലീഹ പറയുന്നത്. നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലും നന്മ അവർക്ക് നന്മ ചെയ്യുന്നതിലും ഉപേക്ഷ വരുത്തരുത്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഇത് ഈ നോയമ്പ് കാലത്തോടെ അവസാനിപ്പിക്കാനുള്ളതല്ല. നോയമ്പ് കഴിയുമ്പോഴും നമ്മുടെ ആയുഷ്കാലം മുഴുവൻ അവസാന ശ്വാസം വരെ ഇത് നമ്മൾ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനിയാണ്, കത്തോലിക്കനാണ് എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമുള്ള അല്ലെങ്കിൽ അർത്ഥമില്ല. പല റോളുകൾ അഭിനയിക്കുന്നതല്ല, നമ്മൾ അഭിനയിക്കുകയാണ് അല്ലെങ്കിൽ ചെയ്യുന്നത്. അതിലല്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. ദൈവം അതിന് അങ്ങനെയുള്ള മാതൃകകളൊന്നും ദൈവമോ വിശുദ്ധരോ ഒന്നും കാണിച്ചു തന്നിട്ടില്ല. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. നമ്മളുടെ ദുഷ്ടത കൊണ്ട്, നമ്മൾ ദുഷ്ടതയായിട്ടുള്ളവർക്കാണ് ഇതൊക്കെ ഉള്ളത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഈ വീഡിയോകൾ അത് മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ നോയമ്പുകാല ധ്യാനങ്ങൾ നിങ്ങൾ എല്ലാവരെയും അറിയിക്കണം. എല്ലാവരും ഷെയർ ചെയ്ത് കൊടുത്ത്, നിങ്ങൾക്കറിയാവുന്നവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ പഠിപ്പിക്കുക. അവർ ഇതെല്ലാം അറിയട്ടെ. അതിനുവേണ്ടി എൻ്റെ ചാനൽ ദി റിയൽ വേ ഒഫീഷ്യൽ ബൈബിൾ സ്റ്റഡി തോമസ് മീനത്തേതിൽ എന്ന ചാനൽ അവർക്ക് പരിചയപ്പെടുത്തണം മറ്റുള്ളവർക്ക് വേണ്ടി. എന്നിട്ട് നിങ്ങൾ ചെയ്യുക. അതൊരു വലിയ നോയമ്പ് കാലത്ത് തന്നെ അത് ചെയ്യുന്നെങ്കിൽ വലിയ പുണ്യം കിട്ടുന്ന പ്രവൃത്തിയാണ്. അതല്ല എനിക്ക് ഒന്നിനും വേണ്ടിയല്ല, എൻ്റെ നേട്ടത്തിന് വേണ്ടിയല്ല. എൻ്റെ നേട്ടം എന്ന് പറഞ്ഞാൽ ഇത് കേട്ടാരെങ്കിലും ഈ വഴിയിലൂടെ വന്നെങ്കിൽ എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. നിങ്ങൾ അത് ചെയ്യുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അല്ല നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് കാണുന്നതല്ല. ചിലരിത് തമസ്കരിച്ച് വയ്ക്കുന്നവരുമുണ്ട്. അങ്ങനെ ഇല്ലാന്നില്ല, അങ്ങനെ നല്ലൊരു പങ്കുണ്ട്, ഇതിനൊക്കെ പോകുന്നതെന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചിന്തിക്കരുത്. ദൈവത്തെ ഓർത്ത് നമ്മളിപ്പോഴെങ്കിലും ദൈവത്തെ ഓർക്കണം. പിന്നെ എന്തിനാണ് നോമ്പ് നോക്കുന്നതെന്നൊക്കെ പറയുന്നത്? പള്ളിയിൽ പോയി വെറുതെ അവിടെ നാക്ക് നീട്ടേണ്ടുന്ന കാര്യമൊന്നുമില്ല. ദൈവബലിക്ക് അതൊക്കെ വലിയ വഞ്ചനയാണ്, തെറ്റാണ്. ദൈവത്തോട് വഞ്ചന കാണിക്കുന്നതാണ്. അതിനാണ് കർത്താവ് പറയുന്നത് വ്യഭിചാരം ചെയ്യുന്നു എന്ന് പറയുന്നത്, ആത്മീയ വ്യഭിചാരം മറ്റുള്ളവർ. അപ്പോൾ ഞാനിത് അവസാനിപ്പിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് ഈ പുണ്യങ്ങളൊക്കെ നേടിയതിൻ്റെ, നമ്മൾ നോമ്പ് നോക്കിയതിൻ്റെയൊക്കെ ഫലങ്ങൾ എന്താണ് എന്ന് നോക്കാം. എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നോയമ്പുകളെല്ലാം തീരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം സമൃദ്ധമായിട്ട് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥനയിലാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമീൻ. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം.